ഇന്നിവിടെ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ തീ ചെറുതാക്കി വെച്ച് അതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് ഇളക്കി ചൂടാക്കി എടുക്കുക. 4 സവോള, 1 തക്കാളി, 4 പച്ചമുളക് എന്നിവ ചെറുതാക്കി മുറിച്ച് എടുക്കുക. ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് ചതച്ച് എടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇറച്ചിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിലേക്ക് ചൂടാക്കിയ പൊടികളെല്ലാം ചേർക്കുക. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ചതച്ച് വെച്ച ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി അതും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിക്കുക. മസാലയെല്ലാം ഇറച്ചിയിൽ നല്ല രീതിയിൽ പിടിക്കണം. നന്നായി തിരുമ്മി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ തിരുമ്മി വെച്ച ഇറച്ചി ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 5 വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വെച്ച് വേവിക്കുക. അതിനുശേഷം കുക്കറിലെ എയർ പോയതിന് ശേഷം കുക്കർ തുറക്കുക. ആ കറി ഒരു ചട്ടിയിലേക്ക് പകർത്തി നന്നായി പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് നാളികേരം കൊത്തിയരിഞ്ഞതും കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കുക. പാകത്തിന് ഉപ്പും നോക്കി ആവശ്യത്തിനുള്ള ഗ്രേവിയും ആവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ബീഫ് കറി ആണ് കിട്ടിയത്. നാടൻ രീതിയിലുള്ളൊരു ബീഫ് കറിയാണിത്. പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്.